വെൽക്കം ടു മൈ വ്ളോഗ് ഗൈസ്. ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ വേദക്കുള്ളി കഴിഞ്ഞെല്ലാം വീട്ടിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതുപോലൊരു പാമ്പേർഡ് ട്രീറ്റ്മെൻറ്റ് ഇന്ന് വരെ എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പീരിയഡ് ശരിക്കും നമ്മൾക്ക് മെൻ്റലി ഫിസിക്കലി വളരെ റിലാക്സ് ചെയ്യേണ്ടത്, റെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുന്നത് വളരെ നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫുൾ ബോഡി ആൻഡ് മൈൻഡിൻ്റെ റിലാക്സിങ്ങിന് വേണ്ടിയിട്ടും ഒരു ഓവറോൾ ഒരു ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, എനിക്കറിയില്ല ഇതിൻ്റെ ഫ്യൂച്ചർ ബെനിഫിറ്റ് എന്തുവാണെന്നൊന്നും അറിയില്ല, ബട്ട് ആ ഒരു ദിവസങ്ങൾ നമ്മൾ എത്ര ദിവസം ഇത് ചെയ്യുന്നോ ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റും, ശരിക്കും ഒരു നല്ല മൈൻഡ് സെറ്റുമായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ കുഞ്ഞിനെ കുളിപ്പീരും അവർ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളൊന്നും അറിയണ്ടായിരുന്നു, എല്ലാം അവർ തന്നെ ചെയ്തു തരുമായിരുന്നു കേട്ടോ. കുഞ്ഞിനെ കുളിപ്പീരാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ്, വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുഞ്ഞാണേലും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആയിരുന്നു സ്റ്റീം ബാത്ത്. ഞാനിത് റീൽസിലൊക്കെ പല തവണയും കണ്ടപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് തന്നെ വിചാരിച്ചൊരു കാര്യമാണ്. ശരിക്കും നമ്മളതിനകത്ത് ഇരിക്കുമ്പോൾ നല്ല ഒരു സുഖമാണ് നമുക്ക്, ഫുൾ ബോഡിക്കൊരു സ്റ്റീം ബാത്ത് കിട്ടുമ്പോൾ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞെല്ലാം കുളിയൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഫീലാണ്, ഭയങ്കര റിഫ്രഷിങ് ഒരു ഫീലാണ്. ഈ ഒരു ടൈം എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾക്ക് നമ്മളെ തന്നെ പാമ്പർ ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. കാരണം ഓൾറെഡി നമ്മൾ കുറേ ചെറിയ ചെറിയ ഇഷ്യൂസ്, ഈ മദർഹുഡിൻ്റെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനൊരു കെയർ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം കേട്ടോ. ഒരു കുഞ്ഞിനെ മാക്സിമം ഹാപ്പി ഹെൽത്തി ആക്കി വെക്കണമെങ്കിൽ ഒരു അമ്മയെ ഹെൽത്തി ആവണമെന്ന് അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിക്കും എനിക്ക് ഈ 7 ദിവസങ്ങളിൽ ആരുടെ ഇൻ്റർഫെറൻസോ അഭിപ്രായം പറച്ചിലോ ഇല്ലാതെ തന്നെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു സ്റ്റേ ചെയ്ത് ഉള്ള പാക്കേജ് എടുത്തത്. അപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ച കാര്യം അവിടെ പോസിബിൾ ആവുകയും ചെയ്തു. വളരെ റിലാക്സിങ് ആയിട്ട് എനിക്ക് തോന്നി. ഫുൾ ബോഡി തിരുമ്മലും അതേപോലെ കിഴി ട്രീറ്റ്മെൻറ്റും കഴിയുമ്പം തന്നെ നമുക്ക് നടുവേദനയാവട്ടെ, നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു നല്ല ഫീലാണ് നമുക്ക്. എന്തൊക്കെയോ ബോഡിയിൽ നിന്ന് ഒഴുകി പോകുന്ന പോലെ, മീൻസ് എന്തൊക്കെയോ നെഗറ്റിവിറ്റി ഒക്കെ ഒഴുകി പോകുന്ന പോലത്തെ ഒരു ഫീലാണ് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഈ ഒരു പീരിയഡ്, ഈ ഒരു കെയർ ശരിക്കും നമുക്ക് അത് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്ന, നമ്മൾ എൻജോയ് ചെയ്യണം. അല്ലാതെ നമുക്ക് ഇതൊരു ട്രോമ ആയി മാറാൻ പാടില്ല. പല ആൾക്കാരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരിങ്ങനെ തോർത്ത് വലിച്ച് മുറുക്കി കൊടുക്കുന്ന സംഭവം, അങ്ങനെ കുറേ കാര്യങ്ങൾ, ചൂട് വെള്ളം ഒഴിക്കുന്നതും അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേൾക്കാറുണ്ട്. ശരിക്കും അതൊക്കെ അവരൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് പോലെയാണ് ഈ വേദഗുളിയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ എക്സ്പീരിയൻസ് ട്രോമാറ്റിക് ആയില്ല എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫുഡിൻ്റെ കാര്യം, ഞാൻ എല്ലാം തരം ഫുഡും കഴിക്കുമായിരുന്നു. അവിടെ നിന്ന് എനിക്ക് എല്ലാം തരം നല്ല പൗഷ്ടികമായിട്ടുള്ള ആഹാരമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതിനകത്ത് നോൺ വെജ് ഉൾപ്പെടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല അല്ലേ. അപ്പോൾ ബൈ.